മൊബൈൽ കംപ്ലൈന്റ് ആണല്ലോ. ആ കാണുന്നില്ലല്ലോ. അതെ, റസാഖ് സാറിന്റെ ഫോൺ എന്തോ കംപ്ലൈന്റ് ഉണ്ട്. എല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കൂ. സിന്ധു മാമിനെയും പ്രവീണ മാമിനെയും മാത്രം കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് സെഷനിലേക്ക് പോവാം. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യാം. സോ ഇന്ന് നിങ്ങൾക്കറിയാം പ്രവീണ മാമിന്റെ സെഷനാണ്, ഫ്രൈഡേ ആണ്. സോ മാമിന്റെ ടോപ്പിക് നോർമലി പറയാറുള്ളതാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും അല്ലേ? നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ എന്താ ഇതിപ്പോൾ എന്താണ് എന്ന് കുറേ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് പോകും, ഒന്ന് തിങ്ക് ചെയ്ത് പോകും എന്തായിരിക്കും ഇത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് വരുന്നത് ഷുഹാരി, ആ ഒരു ടോപ്പിക്കാണ് മാം ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല, എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയോ? ഇത് കരാട്ട മാതിരിയുള്ള ഒരു ആയോധന കലയാണെന്ന് തോന്നുന്നു. ഓക്കെ, മണി സാറിനത് കാണുന്നില്ലല്ലോ, എവിടെ പോയി മണി സാർ? എനിക്ക് വയ്യ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് നോക്കാം മനീഷ പറഞ്ഞത് കറക്റ്റ് ആണോ എന്നുള്ളത്. എന്തായാലും പ്രവീണ മാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരും. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം പ്ലീസ് വെൽക്കം. മാജിക് മോർണിംഗ്, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. അപ്പൊ ഇന്ന് മനസ്സാർക്ക് തീരെ വയ്യാന്നൊക്കെയാണ് പറയുന്നത്. കാലാവസ്ഥയുടെ ഒരു മാറ്റം കൊണ്ടൊക്കെ ആയിരിക്കും. നമുക്ക് എന്തായാലും മനസ്സാർ എന്തായാലും വയ്യാന്ന് പറഞ്ഞപ്പോഴും എന്താണ് ഈ ഷുഹാരി എന്നത്, അതെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ജാപ്പനീസ് വാക്ക് തന്നെയാണ്. ഒരു ജാപ്പനീസ് വാക്ക് എന്നതിലുപരി മനസ്സാർ പറഞ്ഞത് ഒരു ആയോധന കലയാണ്. ശരീരവും മനസ്സും ആത്മാവും ശക്തമാക്കുന്ന ഒരു ആയോധന കലയാണ് ഈ ഷുഹാരി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഷുഹാരി? മണിസാർ പറയുന്നുണ്ട് മണിസാർക്ക് തീരെ വയ്യായിരുന്നു. അതുകൊണ്ടാണ് മണിസാർ ഇന്ന് എന്ത് ചെയ്യാത്തത്, വീഡിയോ ഓൺ ചെയ്യാത്തത്. മണിസാർ എന്തോ നോട്ട് ഫീലിംഗ് വെൽ, അപ്പൊ ചിലപ്പോ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടി വരും. എന്നാ ക്ലാസ് കേൾക്കണോ എന്ന് ചോദിച്ചാൽ കേൾക്കണം. അപ്പൊ മണിസാർ ഷുഹാരി അപ്ലൈ ചെയ്തോ എന്ന് ചോദിച്ചാൽ അപ്ലൈ ചെയ്തു, എന്നാൽ ചില കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്തോ എന്ന് ചോദിച്ചാൽ അപ്ലൈ ചെയ്തില്ല. അപ്പൊ ഈ ഷുഹാരി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയോധന കല തന്നെയാണ് കേട്ടോ. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഷുഹാരി കൺട്രോൾ ചെയ്യാന്ന് ചോദിച്ചാൽ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. അതായത് ടോം ഒരു ജോലിയിൽ പ്രവേശിക്കുകയാണ്. അപ്പൊ ജോലിയിൽ പ്രവേശിച്ചു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ ടോമിന്റെ സെക്ഷനിൽ നിന്ന് ആ സെക്ഷന്റെ മാനേജറുമായിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ. അതിന് തൊട്ട് മുകളിലുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ടോമിന് സ്വീകാര്യ അല്ലെങ്കിൽ അതിനൊന്നും സാധിക്കുന്നില്ല. അതായത് ആ ഒരു സെക്ഷനിലേക്ക്, ഇതിന്റെ ഹയർ അതോറിറ്റിയിലേക്ക് മൂവ് ചെയ്യാനോ ചില പ്രത്യേക ഏരിയകളിലേക്ക് ടോമിന് ആ കമ്പനിയിൽ യാത്ര ചെയ്യാനോ അവിടെ ചെന്ന് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള പെർമിഷൻ ഒന്നുമില്ല. ഇത് കാണുമ്പോൾ ടോമിന് വല്ലാതെ ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യാണ്. പക്ഷെ അതാണ് ആ കമ്പനിയുടെ റൂൾ എങ്കിൽ എന്ത് ചെയ്യണം? ടോം ആ റൂളിനെ സ്വീകരിക്കണം. പക്ഷെ ടോം അത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിട്ട് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ടോമിന് അത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ടോമിന് ജോലി അത് ബാധിക്കുന്നു. അത് ടോമിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇവിടെയാണ് ജാപ്പനീസ് ആയോധന കലയാണ് ഷുഹാരിയുടെ പ്രത്യേകത. എങ്ങനെയാണ് ഈ ഷുഹാരി അപ്ലൈ ചെയ്യുക എന്ന് ചോദിച്ചാൽ ടോം കണ്ടെത്തിയ വഴി എന്ന് തന്നെയാണ് ഈ ഷുഹാരിയുടെ പ്രത്യേകത. അപ്പൊ ടോം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഷുഹാരി എന്ന് പറയുന്ന ആയോധന കലയ്ക്ക് 3 സ്റ്റെപ്പുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ഷു എന്നാണ്. SHU എന്ന് പറഞ്ഞാല് ഫോളോ ദ റൂൾസ്. ഒരു റൂൾസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ അല്ലെങ്കിൽ എന്താ പറയാ, ഒരു പുതിയ ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അവിടെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മളൊരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അവിടെയും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പം ടോം ഈ ജോലിയിൽ ചേർന്ന സമയത്ത് ആ കമ്പനിയിലെ ചിലപ്പോൾ ടോം മുന്നേ ചെയ്ത കമ്പനിയിൽ ടോമിന് ഭയങ്കര ഫ്രീഡം ആയിരുന്നു. അപ്പൊ ടോമിനത് വിഷയമാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പം ഇതിലൊരു മാറ്റമുണ്ട്. ഇപ്പൊ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ചില സമയത്ത് നമ്മൾ ചില കടകളിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ കാണും, ചില സമയത്ത് എന്ത് ചെയ്യും, അവിടെ പുറത്ത് ചെരുപ്പ് ഊരിയിടുന്നതാണ്. അപ്പൊ ചില കസ്റ്റമേഴ്സിനോട് അവിടുത്തെ സ്ഥാപനങ്ങളിലെ വ്യക്തികളും പറയും, അവിടെ എഴുതിയിട്ടിട്ടുണ്ടാവും ചെരുപ്പ് പുറത്ത് വെക്കുക. അതൊരു റൂളാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഫോളോ ദ റൂൾ.
പക്ഷെ ചില കടകളിലോ അത് വിഷയമല്ല, നമുക്ക് ചെരുപ്പിട്ട് തന്നെ കയറാം എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഫോളോ ദ റൂൾസ് എന്ന് പറയുന്ന സാധനം റൂൾസ് ഫോളോ ചെയ്യേണ്ടിട്ട് അത് ബ്രേക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഷൂ പറയുന്നത് എല്ലാത്തിനും ഒരു റൂൾസ് ഉണ്ടാകാം. ഫോളോ ദ റൂൾ. ചില സമയത്ത് നമ്മൾ എത്തിപ്പെടുന്ന സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ എത്തിപ്പെടുന്ന ബന്ധങ്ങളിൽ ചില റൂൾസ് ഉണ്ടാവാം. ചിലപ്പോൾ അവരോട് നമ്മൾ കൂടുതൽ ചോദിക്കാൻ പാടില്ല എന്നൊരു അവസ്ഥയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ആ റൂൾസ് പാലിച്ചേ മതിയാവും. ആ റൂൾസ് പാലിച്ച് മുന്നോട്ട് പോവുക. ബിക്കോസ് ദാറ്റ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് അവർ ജേർണി എന്നാണ് ജാപ്പനീസ് ടെക്നിക്കിൽ പറയുന്നത്. അവിടെയും ആ ആയോധന കല പഠിക്കുന്ന സമയത്ത് അവിടെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇത്ര മണിക്ക് എഴുന്നേൽക്കണം, ഇത്ര സമയത്ത് ധ്യാനം ചെയ്യണം, ഇത്ര സമയം ശരീരവും മനസ്സും ആത്മാവും ധ്യാനം കഴിഞ്ഞതിന് ശേഷം വേണം ആയോധന കലയ്ക്ക് കിടക്കാൻ എന്നാണ് ജാപ്പനീസ് ടെക്നിക്ക് പറയുന്നത്. അതൊരു റൂളാണ്. ആ റൂളിനെ ഫോളോ ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ്. കാരണം എങ്കിൽ മാത്രമേ ആ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ ടോം എന്ത് ചെയ്തു, ആ കമ്പനിയിൽ അല്ലെങ്കിൽ ജോലി ചെയ്ത സമയത്ത് തന്റെ ഡിപ്പാർട്ട്മെന്റ് ഹയർ അതോറിറ്റി ആയിട്ട് തനിക്ക് യാതൊരു കണക്ഷനും ഇല്ല. അതായത് അവിടെ ആ ക്യാബിനിലേക്ക് പ്രവേശനം ഇല്ല. അതൊരു പഞ്ചിങ് സിസ്റ്റത്തിൽ കൂടെ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ ആ പഞ്ചിങ് സിസ്റ്റത്തിന്റെ കീവേഡ് ഒന്നും ടോമിന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ ഒരു 6 മാസത്തോളം ടോമിനത് വല്ലാതെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. പക്ഷെ ടോമിന് ആ ജോലി എന്തായാലും മുന്നോട്ട് പോയേ പറ്റൂ. അപ്പൊ ടോം എന്ത് ചെയ്തു, ഓക്കെ എന്തായാലും ഫോളോ ദ റൂൾസ്. അപ്പൊ അത് തൽക്കാലം ശരി, എനിക്ക് എന്നെ അങ്ങോട്ട് കടത്തണ്ട എന്നാണ് ആ ഒരു സ്ഥാപനത്തിന്റെ റൂൾ എങ്കിൽ ശരി, വേണ്ട. ഇനി ആ ഫോളോ ദ റൂൾ. അപ്പൊ ടോം എന്ത് ചെയ്യുന്നു, ആ ക്യാബിനിലേക്ക് പോവുകയോ അവിടെ ഇന്റർഫിയർ ചെയ്യുകയോ മറ്റ് ക്യാബിനിലേക്ക് തനിക്ക് പ്രവേശനമില്ലാത്ത ക്യാബിനിലേക്ക് പോവുകയോ അവിടെയുള്ള വ്യക്തികളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ഒന്നും ശ്രമിച്ചില്ല. ടോം എന്ത് ചെയ്തു, രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോയി. എന്തിന്, ഈ ഫസ്റ്റ് റൂൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്തെടുക്കാൻ. അതൊന്ന് തന്റെ വരുതിയിൽ വരുത്താൻ വേണ്ടി ടോം ചൂസ് ചെയ്ത രണ്ടാമത്തെ റൂളാണ് ഹ എന്ന റൂൾ. ഹ എന്ന് പറയുമ്പോൾ ജാപ്പനീസിൽ പറയുന്നത് ബ്രേക്ക് ദ റൂൾസ്. ഈ ബ്രേക്ക് ദ റൂൾ എന്ന് പറയുമ്പോൾ മുകളിലുള്ള ഫോളോ ദ റൂൾസിന് ആ റൂൾസിന് ബ്രേക്ക് ചെയ്യുക എന്നല്ല അർത്ഥം. ഇവിടെ ഈ റൂള് ഫോളോ ചെയ്യാൻ നമുക്കുണ്ടാകുന്ന ചില മാനസികവും ശാരീരികവുമായ ചില റൂൾസ് ഉണ്ടാവും. നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, നമുക്കതിൽ ഇഴുകിച്ചേരാനുള്ള ഒരു പ്രയാസം, ആ റൂളിനെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. അതായത് ഈ റൂള് ഫോളോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റൂള് ഫോളോ ചെയ്യുന്ന ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മുടെ ഇമോഷൻസിനെ ഒന്ന് ശ്രദ്ധിക്കുക. ആ ഇമോഷൻസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇമോഷനെ ബ്രേക്ക് ചെയ്യുക. ഇവിടെ ടോം ചെയ്തത് ഇത്രയേ ഉള്ളൂ. ശരി, അവിടെ ചെയ്യേണ്ട സാധാരണ എനിക്ക് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ എനിക്ക് എന്ത് ചെയ്യണം, ഇവരായിട്ട് ചില ഡിസ്കഷൻസ് ഒക്കെ ആവശ്യമുണ്ട്. അതാണെങ്കിൽ മാത്രമേ ഇത് സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. അപ്പൊ ടോം എന്ത് ചെയ്തു, അത് ഇവിടെ സാധ്യമല്ലാന്ന് തിരിച്ചറിഞ്ഞ വഴിക്ക് അതിനെ കയറി ഇടിക്കാൻ, അതായത് നമുക്ക് ചില ചിന്തകളുണ്ട്, മറ്റുള്ളവരെ എങ്ങനെ നന്നാക്കി എടുക്കാമെന്നൊരു തോന്നൽ വരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ചില റൂൾസിനൊക്കെ നമ്മൾ തന്നെ അങ്ങ് ബ്രേക്ക് ചെയ്യും. അതിന്റെ ആവശ്യമില്ല. ലീഡ് ദം. അവരെ അതേപോലെ ഫ്രീ ആക്കി അങ്ങ് വിട്ടേക്കും. അപ്പൊ ചെയ്യേണ്ടത് ബ്രേക്ക് ദ റൂൾ. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന റൂൾസ് എന്തൊക്കെയാണോ അത് ബ്രേക്ക് ചെയ്യും. ടോം ചെയ്ത് ഇത്ര മാത്രം. ശരി, എനിക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ അതിനെ തുടർന്ന് എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ മാനേജ് ചെയ്യാൻ ശ്രമിച്ചു. ടോം തന്നെ തന്റെ പിടിവാശിയിൽ, അതാണ് ടോമിന്റെ പിടിവാശിയാണ്, ഈ റൂൾസ് ഫോളോ ചെയ്യാൻ ഇല്ല എന്നുള്ള പിടിവാശിയിൽ നിന്ന് ടോം പിന്നോട്ട് പോയി. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ, എനിക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ, എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ റൂൾസിനെ കണ്ടെത്താൻ, അതായത് എന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ബ്രേക്ക് ചെയ്തു. അവിടെ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച് ചെയ്തു. ഡിറ്റാച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ആ ബന്ധങ്ങളിൽ കൊണ്ടുപോകേണ്ട ചില കാര്യങ്ങളിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണോ അതിൽ നിന്ന് മാറി നിൽക്കുക. അപ്പൊ ടോം ചെയ്ത ഇത്രേ ഉള്ളൂ. ശരി, എനിക്ക് പോകണ്ടെങ്കിൽ വേണ്ട, ഞാൻ അതിനെക്കുറിച്ച് വാശി പിടിക്കുന്നില്ല, ഞാൻ അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നേ ഇല്ല. നമ്മളെ കടത്താട്ടോറും അപ്പൊ എല്ലാവരും ആ കമ്പനിയിലെ മറ്റു സെക്ഷനിൽ ഇരിക്കുന്നവരൊക്കെ ആ ഒരു ഏരിയയിൽ അവർ പഞ്ച് ചെയ്ത് ഉള്ളിലേക്ക് കയറുന്നു. അവരവിടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അവർ ഉച്ചയ്ക്കൊക്കെ ലഞ്ച് ടൈമിന്റെ സമയത്ത് ഈ ഒരു മാനേജർ അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയുടെ ക്യാബിനിൽ ഹയർ അതോറിറ്റി ഇല്ലെങ്കിൽ അവരെല്ലാവരും ഒന്നിച്ചിരിക്കുന്നു. ടോമിന് അങ്ങോട്ട് പ്രവേശനമില്ല. ടോം എന്ത് ചെയ്തു, വേണ്ട, എനിക്ക് എന്തുകൊണ്ട്, ഉടനെ തോന്നുന്ന ചോദ്യം, എന്തുകൊണ്ട് എനിക്ക് കയറിക്കൂടാ എന്ന ചോദ്യം ഇതിനകത്ത് ചോദിക്കാൻ തുടങ്ങും. അതിനെക്കുറിച്ച് പ്രശ്നങ്ങൾ. ടോമൻ, എനിക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ അതിനെ ഞാൻ കൺട്രോൾ ചെയ്യാം, എന്റെ കാര്യങ്ങളുമായിട്ട് എന്റെ ക്യാബിനിൽ നിന്ന് എന്റെ വർക്കുമായിട്ട് മുന്നോട്ട് പോകാം. ടോമിനെ ബുദ്ധിമുട്ടിച്ച കാര്യങ്ങൾ ടോം തിരിച്ചറിഞ്ഞ് അതിനെ ബ്രേക്ക് ചെയ്യാം. നോ എന്ന് പറഞ്ഞാൽ നോ, ഓക്കെ, ആക്സെപ്റ്റ് ദാറ്റ് വൺ. അതിനെ
പൂർണ്ണമായും ഉൾക്കൊണ്ട് തന്നെ ടോമിന്റെ ജോലിയുമായിട്ട് വളരെ കാം ആൻഡ് ക്വയറ്റ് തന്റെ ക്യാബിനിൽ നിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. തനിക്ക് പ്രവേശനം ഇല്ലാത്തവർക്കൊന്നും അവിടെ എന്ത് നടക്കുന്നു എന്ന്, അവിടെ എന്തുകൊണ്ട് എന്നെ കേട്ടതെന്ന് എന്ന ചോദ്യങ്ങൾക്കൊന്നും മുട്ടാതെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ പ്രശ്നവും പരിഹരിക്കും. ഒരു ബന്ധങ്ങളിലാണെങ്കിലും പോലും നമ്മൾ അവിടെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എനിക്കിത് മുന്നോട്ട് കൊണ്ടേ പറ്റൂ എന്ന് തോന്നുന്ന ബന്ധങ്ങളാണെങ്കിൽ അവിടെ എനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് എന്റെ പ്രശ്നം ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക. അല്ലാതെ അവരെ മാറ്റാൻ ശ്രമിക്കരുത് എന്നർത്ഥം. നമ്മൾ ഈ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നിടത്താണ് നമ്മൾ പലപ്പോഴും തോറ്റു പോകുന്നത്. ആ സൈക്കിള് പോലും അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം പോലും നമ്മൾ ബ്രേക്ക് ചെയ്ത് ഡോണ്ട് ട്രൈ ടു ചേഞ്ച് അതർ ആസ് എ whatever it is, അവരെന്താണോ അവരതേപോലെ അങ്ങ് സ്വീകരിക്കുക. അപ്പൊ എന്താവും, ആ ബന്ധം അങ്ങനെ പതുക്കെ 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 അങ്ങ് മുന്നോട്ട് പോയിക്കോളും. നമ്മുടെ യാത്രയിൽ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇനി മൂന്നാമത്തത് റീ എന്ന് പറഞ്ഞാൽ മേക്ക് ദ റൂൾസ്. ഓക്കെ, ഇനി ഇതൊക്കെയാണ് നമ്മൾ അത് ബ്രേക്ക്, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന റൂൾസ് ബ്രേക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് ആവശ്യമായ, നമ്മുടെ ഗ്രോത്തിന് ആവശ്യമായ റൂൾസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ടോം ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഏതായാലും എനിക്ക് ഫ്രീ ടൈമിൽ പോലും എന്റെ ക്യാബിനിൽ വിട്ട് പുറത്തു പോകാൻ പെർമിഷൻ ഇല്ല. ആ സമയത്ത് എനിക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് ടോം ആലോചിച്ചു തുടങ്ങി. അപ്പൊ ടോം എന്ത് ചെയ്തു, ബ്രേക്ക് ടൈമിൽ ഊണൊക്കെ എല്ലാവരുടെ കൂടെ ക്യാൻറ്റീനിൽ പോയിട്ട് കഴിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ടോമിന് എന്തായാലും മറ്റു സെക്ഷനിലേക്ക് ഒന്ന് പോകാനോ എല്ലാവരുമായിട്ട് ഇന്ന് വർക്ക് ചെയ്യാനോ ഉള്ള ഒരു അവസരം ഇപ്പൊ ഇല്ല. കാരണം ടോം ഒരു പ്രൊബേഷൻ പീരീഡിലാണ്. അപ്പൊ ടോം എന്ത് ചെയ്തു, ആ സമയങ്ങളിൽ കുറച്ച് തനിക്ക് പഠിക്കാൻ, തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇത് താൻ ചെയ്യുന്ന ജോലി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അതിലേക്ക് എന്തൊക്കെ ഇൻപുട്ട് തനിക്ക് കൊടുക്കാൻ പറ്റും, ആ സമയത്ത് എങ്ങനെ ഈ സമയം യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങി. ടോം പുതിയ പുതിയ റൂൾ ഉണ്ടാക്കി തുടങ്ങി. അപ്പൊ ടോം എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ടൈം 1 hour ആണ്. ഈ ബ്രേക്ക് ടൈമിൽ എന്തായാലും ടോമിന് പുറത്തേക്ക് പോകാൻ, കമ്പനിയുടെ പുറത്തേക്ക് ആ സമയത്ത് പഞ്ച് ചെയ്ത് മാത്രമേ പുറത്തേക്ക് പോകാൻ പറ്റൂ. ഇപ്പൊ ടോമിനാണെങ്കിൽ ക്യാബിനിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ടോം എപ്പോഴും ഒരു പുസ്തകം കയ്യിൽ കരുതാൻ പറ്റും. ടോം എന്ത് ചെയ്യും, അല്ലെങ്കിൽ കുറെ വീഡിയോസ്, കുറെ പഠിക്കാൻ പറ്റിയ വീഡിയോസ് കയ്യിൽ കരുതിയിട്ട് ടോം ആ സമയത്ത് ബ്രേക്ക് ടൈമിൽ തന്റെ ലഞ്ച് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാൻറ്റീനിൽ തിരിച്ചു വന്ന് ഈ സമയം വായിക്കാനും തന്റെ പുതിയ തന്റെ ഡെവലപ്മെന്റ് വേണ്ട, തന്റെ ജോലിയിലാണെങ്കിലും കരിയറിൽ വേണ്ട കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാനും എവിടെയൊക്കെ തനിക്ക് ഇംപ്രൂവ് ചെയ്യാം എന്ന രീതിയിൽ കുറച്ച് റൂൾസ് ടോം ഉണ്ടാക്കിയെടുക്കും. ഇത് ടോം ഉണ്ടാക്കിയെടുത്തപ്പോൾ ടോമിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ടോം അവിടെ നന്നായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പഠിച്ചു. ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഇന്റർവ്യൂ ടോം ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞ് ഒരു 6 മാസത്തിലേക്ക് എത്തിയപ്പോൾ ടോം തിരിച്ചറിഞ്ഞത് അന്ന് ആ റൂൾസ് ഫോളോ ചെയ്തത് കൊണ്ടാണ്. ആ റൂൾസ് ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് എന്നിലുണ്ടായ ഇമോഷൻസ് ഞാൻ ബ്രേക്ക് ചെയ്തപ്പോൾ എനിക്ക് പുതിയ പുതിയ റൂൾസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. മറിച്ച് അവിടെയുള്ള റൂൾസ് ഭേദിക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കാം ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ആയി തുടങ്ങിയത്. ഒരുപക്ഷെ ഈ ഷൂ ഹാരി എന്ന ജാപ്പനീസ് ആയോധന കലയുടെ ടെക്നിക്ക് ടോം തന്റെ കരിയർ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. പിന്നീട് എല്ലാ ക്യാബിനിലേക്കും ടോമിന്റെ ട്രസ്റ്റ് തിരിച്ചറിഞ്ഞു, ടോമിന്റെ ഡെവലപ്മെന്റും ടോമിന്റെ ഡെഡിക്കേഷൻ തിരിച്ചറിഞ്ഞു ആ കമ്പനിയിൽ തന്നെ ഏറ്റവും നല്ലൊരു പൊസിഷനിലേക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യം ടോമിന്റെ മുന്നിൽ തുറന്നു കിട്ടുകയാണ് ചെയ്തത്. പിന്നെ ടോം അവിടെ നിന്ന് ഓരോന്നിനും പൂർണ്ണമായും ഓരോ വ്യക്തിയെയും അവരെന്ത് തന്നെയാണെങ്കിലും അവരതേപോലെ സ്വീകരിക്കാൻ, അവരെ മാറ്റാനുള്ള ശ്രമം നടത്തുക പോലും ചെയ്യാതെ താൻ മാറുമ്പോൾ മറ്റുള്ളവർ മാറുമെന്ന് തിരിച്ചറിഞ്ഞോടുകൂടി ടോം എന്ത് ചെയ്യും, ഈ ഷൂ ഹാരിയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി. പിന്നീട് ടോം ആ ഒരു കമ്പനിയിൽ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ എവിടം വരെ എത്താവോ അവിടെ വരെ പ്രൊമോട്ട് ചെയ്ത് എത്തിപ്പെടുകയാണ് ഉണ്ടായത്. അവിടെ ടോം പറയുന്നത് ഇത്ര മാത്രം, ഷൂ ഹാരി ടെക്നിക്ക് ഒരു ആയോധന കല എന്നതിലുപരി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്താം എന്നുകൂടി ടോം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ നമ്മളൊരു പുതിയ ബന്ധം, അത് മാരേജിലാവാം എന്തിലാവാം ശരി, ഏത് ബന്ധങ്ങളിലാണ് നമ്മൾ കടക്കുന്ന സമയത്ത് അവിടെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഒരു ബന്ധങ്ങളിലാണെങ്കിലും അവിടെ ആ ബന്ധം നിലർത്തിക്കൊണ്ടു പോകണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ആ വ്യക്തിയെ നന്നായി മനസ്സിലാക്കാൻ, അവർ പറയുന്നത് നന്നായി കേൾക്കാൻ, അതായത് ശ്രവിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക. ഇനി ബ്രേക്ക് ദ റൂൾസ്. ചില സമയങ്ങളിൽ ഈ ബന്ധം മുന്നോട്ട് പോകുമോ എന്ന ചിന്ത പോലും വരുന്ന സമയത്ത് ആഡ്ലറിയൻ സൈക്കോളജി പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ബന്ധവും നിർത്താനുള്ളതല്ല, എല്ലാം നിലനിർത്താനുള്ളതാണ്. ആ നിലനിർത്തണമെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ
അത് തിരിച്ചറിഞ്ഞ് അതിനെ ബ്രേക്കപ്പ് ചെയ്ത് അവിടെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ റൂൾസ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് ഏവർക്കും സാധിക്കും. അപ്പോൾ ആ ബന്ധം നിലനിർത്താൻ നമുക്ക് സാധിക്കും. അല്ലാതെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ബന്ധം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് ആഡ്ലറിയൻ സൈക്കോളജി പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദ അതർ പേഴ്സൺ, ഇറ്റ് ഈസ് ബിക്കോസ് യു എന്നാണ് പറയുന്നത്. ഒരു ബന്ധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് മുഴുവനായിട്ടുള്ള കാരണക്കാര് നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ അവിടെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന റൂൾസിനെ മാറ്റാതെ പുതിയ റൂൾ നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പുതിയ റൂൾസ് ഡെവലപ്പ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ചുറ്റും കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ കുട്ടികളായാലും സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു പുതിയ ഇപ്പൊ 7 നിന്ന് 8 മാറുമ്പോൾ അവിടെ റൂൾസ് വ്യത്യാസമാണ്. 7 ഉണ്ടായിരിക്കുന്ന ടീച്ചർ ആയിരിക്കില്ല ചിലപ്പോൾ 8 ഉണ്ടാവുന്ന സബ്ജക്ട് ടീച്ചേഴ്സോ ക്ലാസ് ടീച്ചേഴ്സോ ഒക്കെ. അപ്പൊ അതാണ്. അല്ലാതെ എനിക്ക് 7 ടീച്ചർ തന്നെ വേണമെന്ന് പറയുമ്പോൾ അവിടെയുള്ള റൂൾസിനെ ബ്രേക്ക് ചെയ്യാൻ അതിന്റെ ആവശ്യമില്ല. ആ റൂൾസ് എന്താണോ അത് കുഞ്ഞുങ്ങൾക്ക് പോലും പറഞ്ഞു കൊടുക്കാം. ഒരു പുതിയ അക്കാഡമിക് ഇയറിൽ കടക്കുന്ന സമയത്ത് ആ കുട്ടിയെ ക്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെയുള്ള പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു പക്ഷെ 7 കൂട്ടുകാരൊന്നും ചിലപ്പോൾ 8 ഉണ്ടായിട്ടില്ലെങ്കിൽ അതാണ് ആ സ്കൂളിന്റെ റൂൾ. അവിടെ മിക്സപ്പ് ചെയ്ത് ഓരോ വർഷവും കുട്ടികളെ മിക്സ് ആക്കി പുതിയ ടീച്ചർമാരുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് ചിലപ്പോൾ ഓരോ അക്കാഡമിക് ഇയർ മുന്നോട്ട് പോകുന്നത്. അത് തിരിച്ചറിയാൻ അവിടെ ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ബ്രേക്കപ്പ് ചെയ്ത് തൻ്റെതായിട്ടുള്ള ഒരു റൂള് ഡെവലപ്പ് ചെയ്ത് ആ സ്കൂളിന്റെ എല്ലാ നിയമ കാര്യങ്ങളും ഫോളോ ചെയ്തുകൊണ്ട് തനിക്ക് വളരാനുള്ള അവസരങ്ങളാക്കി മാറ്റാൻ കുട്ടികളെ കൂടി പരിശീലിപ്പിക്കുക. ആരെയും മാറ്റാൻ ശ്രമിക്കാതെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് സ്വയം റെസ്പോൺസിബിൾ ആയി. എന്തുകൊണ്ട് ആ സ്കൂളിൽ ചിലപ്പോൾ ചില കുട്ടികൾ പറയാം എനിക്ക് ആ ടീച്ചറെ ക്ലാസ് ഇഷ്ടമില്ല, അതുകൊണ്ട് ആ വിഷയം ഇഷ്ടമില്ല പഠിക്കാൻ. അവിടെ റൂൾ ഇത്രയേ ഉള്ളൂ, ഈ സബ്ജക്റ്റിന് ഈ ടീച്ചറാണ് ആ ഒരു ഡിവിഷനിലേക്ക് സ്കൂൾ അതോറിറ്റി റൂൾ ആക്കി എടുത്തിട്ടുള്ളത്. അവിടെ ബ്രേക്ക് ചെയ്യേണ്ടത് ആ കുട്ടിയുടെ മനോഗതിയാണ്, അതായത് ആ കുട്ടിയുടെ ഇമോഷൻസ് ആണ്. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? ആ കുട്ടി ചിന്തിക്കുന്നത് പലപ്പോഴും ആ ടീച്ചറുടെ പ്രശ്നങ്ങളായിരിക്കാം, ആ ടീച്ചർ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നതായിരിക്കാം. ഇതൊക്കെ തന്റെ പ്രശ്നങ്ങളാണ് മനസ്സിലാക്കി അവിടെ ബ്രേക്ക് ചെയ്യാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക. തന്റേതായിട്ടുള്ള റൂൾ, ടീച്ചർ എന്തോ ആയിക്കോട്ടെ, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പഠിക്കാനാണ്. ഇപ്പൊ ഈ സബ്ജക്ട് പഠിക്കാൻ എനിക്ക് എന്തൊക്കെ ഇവിടെ ഈ ക്ലാസ്സിൽ നിന്ന് എടുക്കാൻ പറ്റും അതെടുക്കാൻ ഞാൻ എന്റേതായിട്ടുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യാം. നമുക്കൊരു വ്യക്തി ഇഷ്ടമില്ലെങ്കിൽ അവരുടെ വഴിക്ക് എടുത്ത് നമ്മളുടേതായിട്ടുള്ള ഒരു റൂള് ഡെവലപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് മാത്രം തിരിച്ചറിഞ്ഞ് ഈ ഹാരി ഒന്ന് എന്തായാലും ഡെവലപ്പ് ചെയ്ത് നിർത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കും. ഇപ്പൊ ഇന്നലെ ഒരു ഇൻസിഡന്റ് എന്റെ ഒരു കൂട്ടുകാരി അവരൊരു ഡെസ്റ്റിന്, അതായത് ഒരു മരണ വീട്ടിൽ, അപ്പൊ മരണ വീട്ടിൽ കുറച്ച് സമയത്ത് അവിടെ ചെന്ന് അവരെല്ലാവരെയും കണ്ടു. അപ്പൊ അവിടെ എല്ലാവരും സമയത്ത് അവിടെയുള്ള ഒരു വ്യക്തി ഈ വ്യക്തിയെ വല്ലാതെ എന്റെ ഫ്രണ്ടിനെ വല്ലാതെ എന്താണ് വിഷമിച്ചതെന്ന് ചോദിക്കാൻ പറഞ്ഞു. ആ വ്യക്തി വല്ലാതെ പെട്ടെന്ന് മെലിഞ്ഞു പോയി. അപ്പൊ മെലിഞ്ഞ് വല്ലാതെ ക്ഷീണിതയായിട്ടാണ് എന്റെ കൂട്ടുകാരി പിരിക്കുന്നത്. അത് കൂട്ടുകാരി പറഞ്ഞു. അപ്പൊ ആ കൂട്ടുകാരി അവിടെ ചെന്നിട്ട് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാം. പക്ഷെ എന്റെ ആരോഗ്യത്തെ കുറിച്ചും ഞാൻ വല്ലാതെ ക്ഷീണിച്ചു പോയി, ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും എന്നെ അവര് പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചത് എനിക്ക് അവിടെ പോകേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അപ്പൊ പോയത് നമ്മുടെ തീരുമാനം അനുസരിച്ചിട്ട്, അവരെ വിളിച്ചിട്ടല്ല. നമ്മുടെ തീരുമാനമായിരുന്നു അവിടെ പോകുക എന്നുള്ളത്. അത് നമ്മൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയി. അവിടെ എത്തിയപ്പോൾ ഉണ്ടായ ചില ഇൻസിഡൻസിൽ നമ്മൾ ബുദ്ധിമുട്ടിച്ചു എങ്കിൽ അത് അവരല്ല ബുദ്ധിമുട്ടിച്ചത്, അവര് പറഞ്ഞ കാര്യങ്ങൾ നമ്മെ ട്രിഗർ ചെയ്തത് കൊണ്ടാണ്. അപ്പൊ അവിടെ നമ്മൾ ബ്രേക്ക് ദ റൂൾസ്, അവർ പറയുന്നവര് പറഞ്ഞോട്ടെ, ലീവ് ദം, അവരെന്താണോ ലീവ് ഇറ്റ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അവരെ ബ്രേക്ക് ചെയ്യുന്നതിന് പകരം നമ്മളെ ബ്രേക്ക് ചെയ്യാം, പുഞ്ചിരിച്ചുകൊണ്ട് അതൊന്ന് സ്വീകരിക്കാം, ലഭിക്കാം. അവർ ചിലപ്പോൾ എന്തെങ്കിലും പറയണ്ടേ എന്ന് വിചാരിച്ച് പറയുന്നതായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? മേക്ക് ദ റൂൾസ്. അവിടെ പോകണ്ട എന്നതിന് പകരം പോയി എന്ത് വന്നാലും അത് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് സ്വായത്തമാക്കുക എന്നുള്ളതാണ്. മേക്ക് ദ റൂൾസ്. അവനവന്റേതായിട്ടുള്ള ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അവനവന് തന്നെ റൂൾസ് ഡെവലപ്പ് ചെയ്യാം. ഫോളോ, മേക്ക് ദ റൂൾ ആൻഡ് ഫോളോ ദ റൂൾ, ബ്രേക്ക് ദ റൂൾ ആൻഡ് മേക്ക് ദ റൂൾ. ഒന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അപ്ലൈ ചെയ്ത് നോക്കും. ഒരു പക്ഷെ രാവിലത്തെ പല ഇൻസിഡന്റ്, ഇപ്പൊ ഈ ബി മാജിക്കിൽ തന്നെ ഇവിടെ ഒരു റൂൾ ഉണ്ട്. ഇവിടെ എന്താണ് റൂൾ എന്ന് ചോദിച്ചാൽ ദിവസവും കൃത്യസമയത്ത് 5:30 ജോയിൻ ചെയ്യണം.
ചില സമയത്ത് നിങ്ങൾ 5:45 ജോയിൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവിടെ റൂൾ ഉണ്ട്. നമ്മൾ അത് ബ്രേക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്കത് പറ്റുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞു ഒരു വീഡിയോ ഓൺ ചെയ്യുന്ന കാര്യം പോലും എടുക്കുകയാണെങ്കിൽ ആ വീഡിയോ ഓൺ ചെയ്യാൻ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നം തിരിച്ചറിഞ്ഞ് അവിടെ അവരുടെ റൂളിന് ബിമാജിക്കിന്റെ റൂളിന് ബ്രേക്ക് ചെയ്യാതെ അത് ബുദ്ധിമുട്ടിക്കുണ്ടാവുന്ന എന്റെ ഇമോഷൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് എനിക്ക് എന്റേതായിട്ടുള്ള റൂൾ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഒരുപക്ഷെ എന്റെ ജോലികളൊക്കെ മുൻകൂട്ടി തീർത്ത് എനിക്ക് സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടും എനിക്ക് ഇതിലേക്ക് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പൂർണ്ണമായിട്ടും എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ ഒന്ന് എഴുന്നേറ്റ് നമ്മൾ ഒന്ന് ഫ്രഷായി കൂളായി ഒരു കാപ്പി കുടിച്ച് മിടുക്കരായി ഈ വീഡിയോ ഒന്ന് ഓൺ ചെയ്തത് മുഴുവൻ കേൾക്കാനുള്ള ഒരു സന്നദ്ധം. അപ്പൊ നമ്മളാണ് എന്ത് ചെയ്തത്? ഒരു നമ്മളെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ റൂൾസ് ഡെവലപ്പ് ചെയ്ത് അങ്ങനെയാകുമ്പോൾ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലാതെ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ അവിടുത്തെ റൂളിനെ ബ്രേക്ക് ചെയ്യുന്നതിന് പകരം ആ റൂൾസ് ഫോളോ ചെയ്യുക, ലൈഫിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത റൂൾസിനെ ഫോളോ ചെയ്യുക, അതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ ബ്രേക്കപ്പ് ചെയ്യുക, അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടേതായിട്ടുള്ള പുതിയ റൂൾസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്തിനേറെ പറയുന്നു, ഈ വർഷം തുടങ്ങിയപ്പോൾ നമ്മൾ തീരുമാനിച്ചതല്ലേ നമുക്ക് ദിവസവും പുസ്തകം വായിക്കണം, ഇത്ര പുസ്തകങ്ങൾ വായിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു റൂൾ ഉണ്ടാക്കി. ആ റൂളിനെ ആരാണ് ബ്രേക്കപ്പ് ചെയ്തത്? നമ്മൾ തന്നെയാണ് ബ്രേക്കപ്പ് ചെയ്തത്. എന്നിട്ട് നമ്മൾ പറയുന്ന മേക്ക് ദ റൂൾസ് എന്താണ്? ഒരുപാട് എക്സ്ക്യൂസസ് നമ്മൾ ഉണ്ടാക്കും. അവിടെയാണ് മേക്ക് ദ റൂൾസ്. ഈ എക്സ്ക്യൂസ് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ട് ആ പുസ്തകം വായന അവിടെ ബ്രേക്ക് ആയി. പകരം അവിടെ പുസ്തകം വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പുസ്തകം വായിക്കാൻ ആരും പറയുന്നില്ല നിങ്ങൾ പുതിയ പുസ്തകം മുഴുവൻ വായിക്കണം. പാരഗ്രാഫ് മതി, ഒരു പേജ് മതി. നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ബ്രേക്ക് ചെയ്തു. അത് ബുദ്ധിമുട്ടിക്കുന്ന എന്തൊക്കെയാണോ സമയമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു പാരഗ്രാഫ് വായിച്ചാൽ മതി. പാരഗ്രാഫ് ഒരു പേജ് വായിക്കാൻ നമുക്ക് സമയം കണ്ടെത്താവുന്നുള്ളൂ. അവിടെ ആ റൂളിനെ ബ്രേക്കപ്പ് ചെയ്യുക. അവസാനമായിട്ട് മേക്ക് ദ റൂൾ. അത് ബ്രേക്കപ്പ് ചെയ്തതിനു ശേഷം തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇമോഷണൽ ബ്രേക്കപ്പ് ചെയ്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ റൂൾസിനെ കണ്ടെത്തുക. എന്തായാലും ജാപ്പനീസ് ടെക്നിക് ഷു ഹാ വി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഇതൊരു ആയോധന കലയാണ് എന്ന് പറയുമ്പോൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് ശാരീരികവും മാനസികവുമായ കരുത്തുണ്ടാക്കി എടുക്കാൻ ജാപ്പനീസുകാർ ഉണ്ടാക്കിയെടുക്കും. ഈ ഒരു ആയോധന കല നമ്മുടെ ദിവസത്തിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നമുക്കും എന്തായാലും ബോധ്യമാവും. എന്തായാലും ഷൂ ഹാക്ക് എല്ലാവരും ഇന്നുകൂടെ അപ്ലൈ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് I bless you all. I thank you all and I love you all. Good day. ഓക്കെ, താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. അപ്പം മാം പറഞ്ഞതുപോലെ സു ഹാരി അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യാം മാം? ഗ്യാപ്പ് ഇട്ടിട്ടാണ്. ഷൂ ഹാരി 3 വേർഡ്സ് 3 കാര്യങ്ങളാണ്. അതൊന്നിച്ച് ഷൂ ഹാരി. ഓക്കെ. അപ്പം ഡീറ്റെയിൽ ആയിട്ട് മാം അതിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് നിങ്ങൾക്ക് ഷൂ ഹാരിയെ കുറിച്ചിട്ട് മനസ്സിലായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവാം. സോ ഇനി നിങ്ങളുടെ ടൈമാണ് കേട്ടോ. ഓരോരുത്തർക്കായിട്ട് ഫീഡ്ബാക്ക് പറയാം. ആരാ ഫസ്റ്റ് പറയാൻ വരുന്നേ? മാജിക് മോർണിംഗ് മാം. ദിവ്യ മാം. മോർണിംഗ്. നല്ലൊരു ക്ലാസ്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. സത്യത്തിൽ നമ്മൾ എപ്പോഴും നമ്മളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ തന്നെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മളുടെ ചീത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്ത് അത് മേക്ക് ദ റൂൾസ്, നല്ലൊരു കാര്യത്തിലേക്ക് പുതിയ റൂൾസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞത് ഈ ക്ലാസ്സിലൂടെയാണ്. താങ്ക് യു. നല്ലൊരു ക്ലാസ്. നമ്മളുടെ റൂൾസിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മളുടെ സമയത്ത് യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ്. അപ്പോൾ ഈ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ ടോം എന്ന് പറയുന്ന നമ്മൾ ഓരോ വ്യക്തികളും ടോമിനെ പോലെ ചെയ്യേണ്ടതാണ് സത്യത്തിൽ. എങ്കിൽ മാത്രമാണ് നമ്മളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം ഈ ഒരു ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു ദിവ്യ. ദിവ്യ പറഞ്ഞു. ആ ഇൻസിഡന്റ് ടോമിനെ കുറിച്ച് പറഞ്ഞു.
അവിടെ എവിടെ എങ്ങനെയൊക്കെയാണ് നമ്മൾ സ്വയം ബ്രേക്കപ്പ് ചെയ്യേണ്ടത് മനസ്സിലാക്കി എന്ന് പറഞ്ഞു. മനസ്സിലാക്കി എന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ ഇനി അത് ഇംപ്ലിമെന്റ് കൂടി ചെയ്യാൻ തുടങ്ങുകയാണ്. ഞാനും കൂടി ഇത് പഠിച്ചതിന് ശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇവിടെ എന്തൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഇമോഷൻസിനെ ബ്രേക്കപ്പ് ചെയ്യാം, അവിടെ എന്തൊക്കെ റൂൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, സ്വന്തമായിട്ട് നമുക്ക് റൂൾസ് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നോട് ഞാനും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഫീഡ്ബാക്ക്. താങ്ക് യു. താങ്ക് യു മാം. ഡെഫിനറ്റ്ലി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. താങ്ക് യു. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രവീണ മാം, വളരെ നല്ലൊരു ക്ലാസ്. ഹാരി പറഞ്ഞ പോലെ പേര് കേട്ടപ്പോ പ്രവീണ മാമിന്റെ എല്ലാ ടോപ്പിക്കുകളും അങ്ങനെയാണ്. നമുക്ക് ഒന്നും ശരിക്കും അങ്ങോട്ട് ക്ലിക്ക് ആവില്ല ശരിക്കും പേര് കേൾക്കുമ്പോ തന്നെ. എന്തായാലും വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു മാം. ഇപ്പൊ സ്കൂളിൽ കുട്ടികളുടെ കാര്യം പറഞ്ഞു. ഇവിടെ ചെറിയ ആൾ അങ്ങനെയാണ്. ഇപ്പൊ അവൻ 10th പഠിക്കുന്നത്. അവൻ അങ്ങനെയാണ്. ടീച്ചർമാരെ ഇഷ്ടം നോക്കിയിട്ടാണ് അവന്റെ മാർക്കിന്റെ സ്കോർ കൂടുന്നത്. അപ്പോ അത് ചെറിയ ക്ലാസ് മുതലേ അതെ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവനൊരു സന്ധ്യ ടീച്ചർ ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രത്തുള്ളതാണ്. ആ ടീച്ചർക്ക് ഇവനെ നല്ല ഇഷ്ടമാണ്, ഇവന് ആ ടീച്ചറെ ഇഷ്ടമാണ്. ആ ടീച്ചർ ലീവ് ആവുന്ന ദിവസമൊക്കെ ഇവനും വയ്യ. ടീച്ചർ തലേ ദിവസം പറയും നാളെ ഞാൻ ലീവ് ആവുന്നു, അതിന്റെ പിറ്റേ ദിവസം ഇവന് വയ്യ. അപ്പൊ പോവില്ല. പിന്നെ അതിങ്ങനെ 2-3 പ്രാവശ്യം ആയപ്പോ ഞാൻ ടീച്ചറോട് ചോദിച്ചപ്പോ ടീച്ചർ പറയണ അവനൊരു പ്രത്യേക ഇഷ്ടമാണ്. എനിക്കും അതെ, അവന് തിരിച്ചിങ്ങോട്ടും അതെ. ആ വിഷയങ്ങളിലൊക്കെ നന്നായി സ്കോർ ചെയ്തായിരുന്നു അവൻ. ഇംഗ്ലീഷ് ആയിരുന്നു ആ മിസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ LSS ഒരു എന്താ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അതില് ആ ഒരു ടീച്ചറെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം തന്നെ അവൻ വിന്നറായി. അപ്പൊ എന്താ വെച്ചാൽ കുട്ടികളുടെ ഉള്ളിൽ അങ്ങനെയുള്ള ഒരു ഇതാണ്. ചെറുപ്പത്തിൽ അങ്ങനെ വന്നു, പിന്നെ വലുതാകുമ്പോഴേക്കും അങ്ങനെ ചില വിഷയങ്ങളൊക്കെ മാർക്ക് പറയുന്ന സമയത്ത് ആ ടീച്ചർ ഒരു സുഖല്യമ്മ, ആ ടീച്ചർ വന്ന് എപ്പോഴും ദേഷ്യപ്പെടുള്ളൂ, ഞങ്ങളുടെ ന്യൂ ജനറേഷന് പറ്റിയ ടീച്ചറല്ല, അങ്ങനെ അവൻ പറയാ. അപ്പൊ ഞാനായിരുന്നത് തിരുത്തി കൊടുക്കുക. അങ്ങനെയല്ല, നമുക്ക് പഠിക്കണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോ മാം പറഞ്ഞു അതേപോലെ തന്നെ നമ്മൾ അത് തിരിച്ചു കൊടുക്കും. അപ്പോ എന്തായാലും വളരെ നല്ലൊരു ക്ലാസ്. അതുപോലെ തന്നെ നമ്മുടെ ബി മാജിക്കിന്റെ കൾച്ചറിനെ പറ്റിയിട്ട് മാം പറഞ്ഞു. കറക്റ്റ് ആണ്. നമ്മൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുക. അല്ലാതെ നമ്മൾ ഒരു കാരണം പറഞ്ഞു അയ്യോ മാം എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അല്ലെങ്കിൽ അയ്യോ എനിക്ക് ഇന്ന് ഇങ്ങനെ ഉണ്ട് കേട്ടോ, അങ്ങനെയല്ല. നമ്മളത് ചെയ്യുക. ഇത്തിരി വൈകിയാലും നമ്മളത് ചെയ്യുക. ഇനിയിപ്പോ പെട്ടെന്നുള്ള ഒരു ഇൻസിഡന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. അല്ലാതെ നമ്മൾ ഓരോ കാരണം പറഞ്ഞ് നിൽക്കാതെ ഇരിക്കുക. ഓക്കെ, വളരെ നല്ലൊരു ക്ലാസ് മാം. കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയി മനസ്സിലായി. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത. അപ്പൊ കണ്ട കുട്ടികളാണെങ്കിലും അത് പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. കാരണം ഇവിടെ കുട്ടികൾ ചിന്തിക്കുന്ന ആ വ്യക്തി മാത്രമേ നോക്കുന്നുള്ളൂ. അതായത് ഞാൻ എന്തിനാണ് സ്കൂളിലേക്ക് വന്നത് എന്നുള്ള ആ ഒരു ഗോളിനെ കുറിച്ച് മറന്നു പോവുക. അപ്പൊ ആ മറന്നു പോകുമ്പോൾ അവിടെയുള്ള റൂൾസിനെ ഫോളോ ചെയ്യാനുള്ള ഒരു ബ്രേക്കപ്പ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, ആ ബ്രേക്കപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞ് അതിനെ ബ്രേക്കപ്പ് ചെയ്ത് അതിനനുസരിച്ച് പുതിയ റൂൾസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ കെട്ടിക്കിടന്നു പോകും. നമ്മൾ സ്റ്റാഗ്നന്റ് ആയി. ഈ സ്റ്റാഗ്നന്റ് വെള്ളം കെട്ടിക്കിടന്നാൽ പിന്നെ അത് അഴുകാൻ തുടങ്ങും. അപ്പൊ ആ നമ്മൾ ഒഴുകിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, ആ ടീച്ചറെങ്കിൽ ആ ടീച്ചർ, എന്റെ ലക്ഷ്യം ഇത്ര മാത്രം എന്ന് പറഞ്ഞ് ഇപ്പൊ നമുക്ക് പറഞ്ഞ മാതിരി ഇന്നത്തെ തലമുറയിൽ ഒപ്പം മനസ്സിലാക്കി കൊടുക്കാൻ അവരൊപ്പം നിന്നുകൊണ്ട്, ശരിയായിരിക്കാം ചിലപ്പോൾ ആ കുട്ടിയുടെ ചിന്താഗതിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടീച്ചർ ആയിരിക്കാം. പക്ഷെ എപ്പോഴും ജീവിതത്തിൽ നമുക്ക് അങ്ങനെയുള്ള വ്യക്തികളെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് സാധ്യമല്ല. നമ്മളൊക്കെ മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരുന്നേ പറ്റും. അപ്പൊ നമ്മൾ ഒരുപോലെ ചിന്തിക്കുന്നവർക്ക് നമുക്ക് കൂടെ കൂട്ടാം. അല്ലാത്ത സമക്ഷം അവരവരെ വഴിക്കിട്ട് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. താങ്ക് യു പ്രീതമ്മ, അങ്ങനെ ഒരു പിന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. ഓക്കെ, നജില ഒരുപാട് തവണ എനിക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിരുന്നു തോന്നുന്നു. മാജിക് മോർണിംഗ് മാം. മാജിക് മോർണിംഗ്. ഞാൻ ഇന്നലെ ഇങ്ങനെ ടോപ്പിക് കണ്ടപ്പോ ഞങ്ങൾ ഇങ്ങനെ നോക്കി എന്താണിത്, ഈ സുഹാരി എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം. മാമിന്റെ എല്ലാ ടോപ്പിക്കും നമുക്ക് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ആ ക്ലാസ് കാണാൻ ഒരു ആകാംക്ഷയാണ്. അവിടെ എന്താണ് നടക്കുകയാണ്, അപ്പൊ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് നോക്കൂ എന്താണ് സംഭവം എന്നുള്ളത്. ഞങ്ങൾ ഇന്നലെയും നോക്കിയിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് കണ്ടപ്പോ തന്നെ, പോസ്റ്റർ കണ്ടപ്പോ തന്നെ ഞങ്ങൾ നോക്കി. അപ്പൊ ഞങ്ങളിങ്ങനെ ഞാനും പിന്നെ കീർത്തനയും കൂടെ ഞങ്ങളിങ്ങനെ നോക്കി ജസ്റ്റ് എന്താണ് എന്നുള്ളത്. അപ്പൊ ഞങ്ങളിങ്ങനെ പറഞ്ഞു ബാക്കി നാളെ ക്ലാസ്സിൽ അറിയാം എന്താണ് കറക്റ്റ് എന്താണ് മാം ഉദ്ദേശിച്ചത് തന്നെയാണോ എന്ന് അറിയില്ലല്ലോ, നമ്മൾ അടിച്ചു നോക്കുമ്പോൾ ഉള്ളത് തന്നെയാണോ എന്ന് അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ കമ്പനിയിലാണെങ്കിലും സ്കൂളിൽ പോകുന്ന മക്കളാണെങ്കിലും
എല്ലായിടത്തും ഒരു റൂൾസ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് പാലിച്ചു പോവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരുപാട് ആൾക്കാരുണ്ട് അത് പാലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മളും ഒരുപാടൊക്കെ നമ്മളും പാലിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളും നമ്മളത് കാതോർക്കുക. എല്ലാം അനുസരിക്കണം എന്നല്ല, എന്നാലും ചിലതൊക്കെ അനുസരിക്കാം. കാരണം ആദ്യം നമ്മളത് അനുസരിക്കുക, പിന്നെ അത് നമ്മൾ അനുഭവിക്കണം. പിന്നീടാണ് നമ്മൾ അതിൽ എന്താ പറയാ നമ്മളതായിട്ടുള്ളൊരു തോട്ടും കൂടെ ഇട്ട്, നമ്മളുടേതായിട്ടുള്ള ചിന്തയും കൂടെ ഇട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ നമ്മളെ ഓരോ അനുഭവങ്ങളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കുണ്ടാകുന്ന ഓരോ പാഠത്തെയും നമ്മുടെ ഒരു ആത്മവിശ്വാസത്തോടെ സ്വീകരിച്ചാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു സക്സസ് ആയ എല്ലാവരും അങ്ങനെ ആയിരിക്കാൻ പോയിട്ടുണ്ടാവുക. അപ്പൊ നമ്മുടെ ഒക്കെ മനസ്സിന്റെ ഒരു യുദ്ധത്തെയാണ് മാം സുഹാരി എന്ന് പറഞ്ഞ ഒരു പേരിട്ട് പിന്നെ നമുക്ക് ഇത്രയും ബ്രീഫായിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ മാമിന് പറഞ്ഞുതരാൻ പറ്റുന്നുണ്ട്. നമുക്കും അത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര സഹായമാണ്. കാരണം നമ്മുടെ ലൈഫിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, എന്നാലും അതിൽ നിന്ന് ഇത്രയും വലിയ പാഠങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി തരും മാമിന്റെ ഓരോ ക്ലാസ്സും. കഴിഞ്ഞ ക്ലാസ് ആണെങ്കിലും ഈ ക്ലാസ് ആണെങ്കിലും ഒക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് നജില. ഒരുപാട് നേരം ഷെയർ ചെയ്തു. ഒരുപാട് സന്തോഷമാണ്. കാരണം ഷുഹാരി എന്ന് കേട്ടപ്പോ എനിക്കും എന്താണ് എന്ന് അന്വേഷിക്കാനുള്ള ഒരു വ്യഗ്രത. അപ്പൊ ആ അന്വേഷണങ്ങൾക്ക് ഞാൻ പോയി അത് വായിച്ചു. അത് വായിച്ചു കഴിഞ്ഞപ്പോ ഒരുപാട് ഇന്നത്തെ അതുകൂടി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ലിങ്ക് ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ്. കാരണം നമുക്കൊരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ എന്താണ് എന്നോർത്ത് നമ്മൾ അതിനെ തെരഞ്ഞു പോകും. നമ്മൾ തെരഞ്ഞു പോയി അത് എന്തുകൊണ്ടാണ് തിരയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചേഞ്ചസ് ആവശ്യമുണ്ട്, നമ്മുടെ ഉള്ളിൽ തോന്നിയത് കൊണ്ടാണ്. അപ്പം നജില തന്നെ പറഞ്ഞു, നമ്മുടെ ഗ്രോത്തിന് ആവശ്യമായ ഗ്രോത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ മാത്രമല്ല, നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയമായിട്ടുള്ള ഒരു മാറ്റങ്ങളാണ് ശരിക്കും പറഞ്ഞ ഈ ഷുഹാരി എന്ന ആയോധന കലയിലൂടെ ജാപ്പനീസിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ ആയോധന കലയിൽ, അതായത് നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ശക്തരാക്കുന്ന ഒരു ആയോധന കലയാണ്. എന്തായാലും നമുക്ക് നോക്കാം ഈ എത്രത്തോളം നമുക്ക് നമ്മൾ ചെയ്യുന്നിടത്തുള്ള റൂൾസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇനി ബ്രേക്ക് ദ റൂൾസ്, ആ റൂൾസിനെ ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആ റൂൾസിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കാതെ ആ റൂൾസുമായിട്ട് എനിക്ക് ഒത്തുപോയിട്ട് സ്കൂൾ ടൈം 9 മുതൽ 10 എന്ന് പറഞ്ഞാൽ, അല്ല 9 മുതൽ 5 എന്ന് പറഞ്ഞാൽ അതാ സ്കൂളിന്റെ ടൈമാണ്. നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അവിടെ 9 മുതൽ 10 വരെ ഇരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് എനിക്കാണ്. സ്കൂളുകാർക്ക് അത് നടത്തിയേ പറ്റൂ, അത് അവരുടെ റൂളാണ്. പക്ഷെ അത് ബുദ്ധിമുട്ടാക്കുന്ന എനിക്കെങ്കിൽ അത് എങ്ങനെ എനിക്ക് 9 മുതൽ 5 വരെ ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നതാണ് ബ്രേക്ക് ദ റൂൾസ്. ഇനി മേക്ക് ദ റൂൾസ് എന്ന് പറഞ്ഞാൽ, ഇനി ഒരു ടീച്ചറെ ഇഷ്ടമില്ല, പക്ഷെ ആ ടീച്ചറെ ക്ലാസ് എടുക്കുള്ളൂ, വേറെ ടീച്ചറെ വരാൻ ഉറപ്പിയൊന്നുമില്ല. അപ്പൊ നമുക്ക് നമ്മളുടേതായിട്ടുള്ള റൂൾസ് എടുക്കാം. ആ ടീച്ചർ അങ്ങനെയാണെന്നുള്ള ചിന്ത കൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പകരം ആ സബ്ജക്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി, അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. മേക്ക് ദ റൂൾസ്, ആ സബ്ജക്റ്റിനെ കുറിച്ച് മാത്രം ഞാൻ പഠിക്കുന്നു, ആ വ്യക്തിയെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നു. നജില, അത്രയും പറഞ്ഞതിൽ നിന്നാണ് എനിക്ക് ഒരിക്കൽ കൂടി അത് എടുത്തു പറയാൻ കഴിഞ്ഞത്. താങ്ക് യു സോ മച്ച് നജില. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു ആൾ. then അടുത്ത ആൾക്ക് പറയാം കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? ആരുല്ലേ? ആർക്കും ഇനി ഒന്ന് ഷെയർ ചെയ്യാനില്ലേ? ഹായ് പ്രേരണ മാം, മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇപ്പൊ ബി മാജിക് എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് സെയിം സാറായാലും മുസ്തു സാറ്, ഹിദായ സാറ്, അവരെല്ലാവരും കൂടിയിട്ട് ഇരുന്ന് തീരുമാനിച്ച് ഇതിനൊരു റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റൂൾസിനെ ഇതിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അത് ഫോളോ ചെയ്ത് പോവാനും പറ്റുന്നില്ല. ഒന്നാമത് അവരെ മൈൻഡിൽ ആ റൂൾസ് അംഗീകരിക്കാൻ അവർക്കതിന് പറ്റണില്ല. കാരണം രാവിലെ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ കുറച്ച് ചിലരുണ്ട് കയറും, 1-2 ദിവസം നിൽക്കും, പിന്നെ മടിയായി, രാവിലെ നീക്കണ്ടേ, അപ്പൊ അതായി. പിന്നെ കൾച്ചറുകളൊക്കെ എഴുതി ഒക്കെ പോസ്റ്റ് ചെയ്യാൻ അത് ബുദ്ധിമുട്ടല്ലേ, അങ്ങനെ ഓരോരോ റീസൺ പറഞ്ഞിട്ട് ചിലർ ഒഴിവാകണവരുണ്ട്. ഞങ്ങളെ ഒന്ന് വിളിക്കുവോ, രാവിലെ നീക്ക, നമ്മളെ ആവശ്യം പോലെ നമ്മൾ വിളിച്ച് നീപ്പിക്കേണ്ട
അവസ്ഥയിലേക്ക് വരെയും എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഇതിലുള്ള ഒരുപാട് പേര് ആ കൾച്ചറലെല്ലാം ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്നവർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ റൂൾസ് ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ അംഗൻവാടിയിൽ 9:30 to 3:30 ആയിരുന്നു. ഇപ്പൊ 9:30 to 4:30 വരെയും അംഗൻവാടിയിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. 3:30 ക്ലാസ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടൈം നമുക്ക് ഹൗസ് വിസിറ്റ് ആണ്. അതിനിറങ്ങണം നിർബന്ധം. ഇപ്പൊ കളക്ടറേറ്റിലേക്ക് ഒരു പരാതി വന്നിരിക്കുന്നത് അംഗൻവാടി 9:30 തുറക്കണില്ല എന്നും പറഞ്ഞിട്ട് ആരോ ഒരാൾ പരാതി കൊടുത്തതിന്റെ പ്രകാരം ഇപ്പോ ഞങ്ങൾക്കൊക്കെ ഞാൻ എന്നും 9:15 ആകുമ്പോഴേക്ക് അംഗൻവാടിയിൽ എത്തിയിരിക്കും. ഫസ്റ്റ് ടൈം എത്തേണ്ട ഹെൽപ്പറാണ്. 9:15 ഹെൽപ്പർ എത്തി ക്ലീനിങ് കഴിഞ്ഞപ്പോഴേക്ക് 9:30 ടീച്ചറോട് എത്തണം എന്നാണ് നമ്മളെ സിസ്റ്റം. അങ്ങനെയാണ്. പക്ഷെ ഞാൻ 9:15 ആകുമ്പോഴേക്ക് എത്തും. അവള് വരാൻ ഞാൻ കാത്തിരിക്കില്ല. ഞാൻ ചെന്ന വഴിക്ക് പണ്ട് വയസ്സായ ആൾക്കാർ പറയും, നമ്മൾ എവിടെ ഇരിക്കണേലും അവിടെ വൃത്തിയാക്കി ഇരിക്കണം മോളേന്ന്. നമുക്ക് പറഞ്ഞെന്നുള്ള ഒരു അനുഭവം മനസ്സിലുള്ളത് കൊണ്ട് ചെന്ന വഴിക്ക് വേഗം അടിക്കാൻ നിൽക്കും. ഹെൽപ്പർ വരട്ടെ എന്ന് ഞാൻ വെയിറ്റ് ചെയ്യാറില്ല. ഞാൻ ചെന്ന് അടിക്കലും തുടയ്ക്കലും എല്ലാം കഴിച്ച് അവൾക്ക് കയറി ഭയങ്കര സന്തോഷം. ആ ടീച്ചർ ഇതൊക്കെ ചെയ്ത് എവിടെയും ഒരു അംഗൻവാടികളിലും വർക്കർമാർ അങ്ങനെ ചെയ്യാറില്ല. അവർ ടീച്ചർ എന്നുള്ള ആ ഒരു പദവിയെ മാത്രമേ കാണുന്നുള്ളൂ മുന്നില്. നമ്മൾ അങ്ങനെയല്ല. ഇവൾക്ക് ആൺകുട്ടികളാണ്, 3 ആൺകുട്ടികളാണ്, പെൺകുട്ടികളില്ല. അപ്പൊ വീട്ടിലത്തെ വലിയൊരു വീടുമാണ്. വീട്ടിലത്തെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഓടിപ്പടഞ്ഞ് എത്തുക. അപ്പൊ ഞാൻ വിചാരിച്ചത് അതാണ്, ഒരു പെൺകുട്ടി ഇല്ലല്ലോ, എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനത് ചെയ്യും. അപ്പൊ അവിടെയും ഒരു റൂൾസ് ഉണ്ട് എന്ന് പറയാം ഞാൻ. അപ്പൊ ആ ടൈമിന് എത്തണം എന്നുള്ളത് അത് ചിലരൊക്കെ അംഗീകരിക്കും. ചിലര് ഈ ഉൾപ്രദേശങ്ങളിലേക്കുള്ള അംഗൻവാടികളിലൊക്കെ ടീച്ചേഴ്സ് അധികം എത്തുക 10-10:30. ആരും കാണില്ലല്ലോ, അവിടേക്ക് പെട്ടെന്ന് ആരും എത്തില്ലല്ലോ, അങ്ങനത്തെ ഒക്കെ ഒരു തോന്നല്. പക്ഷെ നമ്മളെ വാച്ച് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഒരാളുണ്ടാവും. അത് അവര് ശ്രദ്ധിക്കണില്ല. അങ്ങനെ ഇപ്പൊ കംപ്ലൈന്റ് ചെന്നിട്ട് ഇപ്പൊ ഭയങ്കര അന്വേഷണത്തിലെ സാറന്മാര്. ഇപ്പൊ ഞങ്ങളവിടെ ഒന്നും അകത്ത് വലിയ പ്രശ്നമില്ല. ഫോളോ ചെയ്യുന്നുണ്ട്. രാവിലെ 9:30 അംഗൻവാടി തുറക്കുന്ന സമയത്ത് ചിലപ്പോ ഓഫീസർമാര് മുന്നിലുണ്ടാവും, അംഗൻവാടിയിൽ ഉണ്ടാവും ആ വാദത്തിന്. അപ്പൊ അതുവരെ എത്തിക്കുന്നത് നമ്മളെ ഈ റൂൾസുകൾ നമ്മൾ അംഗീകരിക്കാത്തത് കൊണ്ടാണ്. ഇനിമേ നല്ല ക്ലാസ് ആയിരുന്നു മാം. ഓക്കെ, ഇനിയും ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഒരുപാട് പ്രതീക്ഷിച്ചു. ഞാനും പേര് കണ്ടപ്പോ വിചാരിച്ചു കേട്ടൊരു മാം ഒരിക്കൽ എപ്പോഴെങ്കിലും ഒരു വാക്ക് ഉച്ചരിച്ചിട്ടുണ്ടോന്ന് എനിക്ക് എന്തോ ഒരു ഓർമ്മ കേട്ടിട്ടുണ്ട് എന്നൊരു ഓർമ്മ. പക്ഷെ എന്താണ് അതിന്റെ മീനിങ്സ് എന്നൊന്നും അറിയില്ല. ഇന്നെന്തായാലും വ്യക്തമായി. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. വെൽക്കം സിന്ധു. കണ്ടോ, അപ്പൊ അവിടെ റൂൾസ് ഉണ്ട്. ഓക്കെ, ആ റൂൾസ് ബ്രേക്കപ്പ് ചെയ്തു. എങ്ങനെ? അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ബ്രേക്കപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമ്മൾ നമ്മളുടേതായിട്ടുള്ള റൂള് മേക്കപ്പ് ചെയ്തു. 9:30 എത്തേണ്ടുള്ളൂ, അതാണ് ടൈം. ഫോളോ ദ റൂൾസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു? എനിക്ക് കുറച്ച് നേരത്തെ എത്തണം. അവിടെ ബ്രേക്കപ്പ് ചെയ്തു. എന്ത്? അവിടെ മറ്റുള്ളവരെ കൃത്യം എത്തണം എന്ന് പറഞ്ഞുകൊണ്ടല്ല, എനിക്ക് വേണ്ട മാറ്റം ഞാൻ 9:15 അവിടെ എത്തിയിരിക്കും. അപ്പൊ അതെന്ത് ചെയ്തു? അത് എന്റെ റൂളായിട്ട് ഞാൻ എന്ത് ചെയ്തു? അവിടെ എത്തി. എനിക്ക് ബുദ്ധിമുട്ട് 9:30 എത്തുമ്പോൾ എനിക്ക് ആകെ ടെൻഷനാണ്. ഒന്നും ചെയ്തില്ലല്ലോ, ഒന്ന് അടുക്കി പെറുക്കിയില്ല. അപ്പൊ നേരെ ജോലിയിലേക്ക് കിടക്കേണ്ട ഒരു അവസ്ഥ. അവിടെ ഞാൻ തന്നെയായിട്ട് ഒരു റൂള് ഇവിടെ സിന്ധു ഡെവലപ്പ് ചെയ്തിട്ടു. നേരത്തെ എത്തുക, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? ആ റൂൾ അതുപോലെ അങ്ങ് പൊയ്ക്കോളും. എന്നാൽ 9:30 സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള റൂള് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. നേരത്തെ വന്നു എന്ന് വെച്ചിട്ട് അതിൽ മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആ റൂള് പോലെ കൊണ്ടുപോവുക. റൂള് കൊണ്ടുപോകാൻ പോണ്ട, അല്ലെങ്കിൽ അവിടെ ആ റൂള് കൊണ്ടുപോകണ്ടെങ്കിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഇമോഷൻ തിരിച്ചറിഞ്ഞ് അതിനെ ബ്രേക്കപ്പ് ചെയ്യുക. എന്നിട്ട് ആ റൂള് ഫോളോ ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നെ സ്വയം കുറച്ച് റൂൾസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. മേക്ക് അപ്പൊ നമ്മളാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും കൂടുതൽ ശക്തരായി മാറുന്നത് എന്നാണ് ജാപ്പനീസ് ടെക്നിക്കായ ഷൂ പറയുന്നത്. താങ്ക് യു സിന്ധു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഷൈനി. ഞാൻ എപ്പോഴും ഒരു പരിഭവമാണ്, അയ്യോ സമയം കിട്ടുന്നില്ല, എന്താണ് അത്. ഇന്നലെ രാത്രി കുറെ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് ടു ഡു ലിസ്റ്റിൽ. എന്നിട്ടും 11 മണിയായിട്ടും ഒരുവിധം അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാനും പറ്റുന്നില്ല. ഇങ്ങനെ ഒരു വ്യാകുലപ്പെട്ടിട്ടാ കിടന്നത്. അപ്പൊ രാവിലെ ഞാൻ എങ്ങനെയോ 4 മണിക്ക് എഴുന്നേറ്റു, അല്ലെങ്കിൽ 4:30 4:45 എഴുന്നേക്കണേ. അപ്പോൾ ഇന്ന് ആ കറക്റ്റായിട്ട് എല്ലാ കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റി. രാവിലെ ഒരു ടൈമിനുള്ളിൽ ചെയ്യേണ്ട, ഒരു 7:30 8 മണിക്കുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഈ സമയത്തിനുള്ളിൽ കഴിഞ്ഞു. ഇപ്പൊ എക്സസൈസിനും ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും ഈ പരിഭവം പറഞ്ഞ് നമ്മൾ ഒരു ബുദ്ധിമുട്ടുകളെ നോക്കി കാണാണ്ട് അതിനുള്ള റൂൾസുകൾ മേക്ക് ചെയ്യാന്നുള്ളത്. ഇതെനിക്ക്
അവിചാരിതമായിട്ട് സംഭവിച്ചു. പക്ഷെ ഇന്ന് എനിക്ക് കിട്ടിയ ക്ലാസ്സും അത് തന്നെയായിരുന്നു. നമ്മള് ഒരു ഒരു കാര്യത്തിന് എന്ത് ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഒരു റൂൾസ് മേക്ക് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ഷൈനി. കണ്ടോ, താങ്ക് യു. ഇന്ന് ഷൈനി ഒരുപാട് ഹാപ്പിയാണ്. സംസാരത്തിലെ വൈബ്രേഷൻ പോലും നിങ്ങൾ ശ്രദ്ധിച്ചു. പുഞ്ചിരിയോട് കൂടിയിട്ട് പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു സന്തോഷമാണ്. ഈ സമയം കൊണ്ട് ഞാൻ ഒരു 7:30 വരെ 7:30 ഉള്ളിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ സമയത്തിനുള്ളിൽ ചെയ്തു തീർത്തു. എന്നിട്ട് ഞാൻ എക്സസൈസിനും കൂടി ഇറങ്ങി. അതായത് അവിടെ റൂൾസ് മേക്ക് സ്വന്തം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള റൂൾസിന് ഡെവലപ്പ് ചെയ്തു, അത് ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നു. അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ബ്രേക്ക് ചെയ്ത് 4:30ക്കും 4:45 എഴുന്നേറ്റ് ഞാൻ 4 മണിക്ക് എഴുന്നേറ്റു. ബ്രേക്ക് ദ റൂൾസ്. അവിടെ ഞാനാണ് ബ്രേക്ക് ചെയ്തത്. അതിനൊന്നും ബ്രേക്ക് ചെയ്തപ്പോൾ എനിക്ക് എന്റേതായിട്ടുള്ള ചില റൂൾസ് കൊണ്ടുവരാൻ പറ്റി. 7:30ക്കുള്ളിൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ചെയ്തു കഴിഞ്ഞു. ഇതൊരു ഇൻസ്പിറേഷൻ കൂടിയാണ് നമുക്ക് എല്ലാവർക്കും അല്ലേ. അതെ, ആ കാര്യങ്ങളൊക്കെ എല്ലാ സമയമില്ല എന്ന് പറയുന്നിടത്ത് ടൈം മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഗ്രേറ്റ് ഷെയറിംഗ്. താങ്ക് യു. വെൽ, ഓക്കെ, താങ്ക് യു. എവിടെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയി? ഇനി ഒരുപാട് പേര് ഫീഡ്ബാക്ക് പറയാനുണ്ടാവാറുണ്ടല്ലോ. പ്രവീണമ്മ. ശീലാമ്മ, ഓക്കെ, പറഞ്ഞോളൂ. ശീലമ. ഓക്കെ, നമസ്കാരം. നമസ്കാരം. തീർച്ചയായിട്ടും അമ്മ പറഞ്ഞ റൂള് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് വിമാജിക്കലുള്ളവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. പക്ഷെ നമ്മൾ വേറൊരു ആളോട് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മൾ കുറെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ കേട്ട് ഈ രീതിയിലായത് കൊണ്ട്. തീർച്ചയായിട്ടും മാം ഇത് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചത് എന്താന്ന് ഞാൻ ശരിക്കും എൻ്റെ ആ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു നോക്കിയപ്പോൾ ഏകദേശം ഇതേമാതിരിയായിരുന്നു ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ ടൈം അത്ര നന്നായിട്ട് ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും നമ്മൾ അങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ ഇത് നമ്മൾ പോകണ്ടാത്തണം വരുന്നില്ല. എങ്കിൽ പോലും അത്ര ഇന്റർഫിയർ ചെയ്യാൻ പോകാറില്ല. നമ്മുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ നമ്മളത് എന്താണെന്നാലും മാനേജ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കുക എന്നുള്ള ഒരു പോളിസി ആയിരുന്നു ഞാൻ ശരിക്കും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോഴത്തേക്കും ശരിക്കും മനസ്സിലായി നമ്മൾ കുറച്ചുകൂടെ എങ്ങനെയാണ് നമ്മുടെ ടൈം നന്നായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ബ്രേക്ക് ടൈമിൽ ഇരിക്കുമ്പോൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് നമുക്ക് കുറച്ചുകൂടെ പേഴ്സണൽ ഗ്രോത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മാം പറഞ്ഞ ഈ പോയിന്റ്, ഈ ഒരു എന്താ ക്ലാസിന്റെ ടോപ്പിക്കിന്റെ പേര് മറന്നു, ഷൂഹാരി. സുഹാരി. ഷുഹാരി. അപ്പം അത് ഫോളോ ചെയ്യുവാണെങ്കിൽ ശരിക്കും നമുക്ക് കുറെ മെന്റൽ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓഫീസ് ബ്രേക്ക് ടൈം ഇരിക്കുക എന്ന് പറഞ്ഞാൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ കാര്യം പറയുവോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് എന്താണെങ്കിലും ഒരു 3-4 ലേഡീസ് ചേരുന്നിടത്തൊക്കെ വന്ന് ചേരും. പക്ഷെ നമ്മുടെ ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പേഴ്സണൽ ഗ്രോത്തിനും പറ്റിയ ഒരു മാർഗമാണ് ഇത്. എന്തായാലും നന്നായിട്ട് മനസ്സിലായി. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ശീലമ. കണ്ടു, ശീലമ പറഞ്ഞത് കേട്ടോ. കുറച്ച് പേര് കൂടുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവരെ മാറ്റാനൊന്നും ശ്രമിച്ചില്ല. ഞാൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അത് ഞാൻ ബ്രേക്ക് ചെയ്ത് ഞാൻ എന്റേതായിട്ടുള്ള റൂള് കണ്ടെത്തി. ഞാൻ ആ സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. അതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. ഇത് തന്നെയാണ് ഷുഹാരി ഉദ്ദേശിക്കുന്നത്. ആയോധന കല, ശരീരം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നിടത്ത് നമുക്ക് എന്ത് സിറ്റുവേഷനും കൺട്രോൾ ചെയ്യാം എന്നുകൂടി ജാപ്പനീസ് ടെക്നിക്ക് കൂട്ടിച്ചേർക്കുന്നു. ഓക്കെ, താങ്ക് യു ഷിലാം. താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട്? ഉണ്ടെങ്കിൽ പെട്ടെന്ന് മുന്നോട്ട് വരാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പിലേക്ക് പോവേണ്ട ടൈം ആയിട്ടുണ്ട്. സോ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നാ വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ പ്രവീണ മാം? അതെ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഷുഹാരി എന്നുള്ളത് മനസ്സിലായി. ഇന്നിപ്പോ പ്രവീണ മാം പറഞ്ഞു ഇത് ഇനി നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാണ് അതിന്റെ ഇമ്പോർട്ടന്റ്. സോ നമ്മളെല്ലാവരും അത് ഇന്ന് മുതൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പം നമുക്ക് ഈ ഒരു ബഷീർ സർ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ഇല്ല ഞാൻ കേട്ടു.
നന്നായിരിക്കും. ഓക്കെ ഓക്കെ സർ. ഓക്കെ, അപ്പം ഇനി സെഷൻ എടുത്ത പ്രവീണ മാമിനും അതുപോലെ ഇതിൽ പങ്കെടുത്ത് ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാ മെമ്പേഴ്സിനും, വിമാജിക് മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. ഓക്കെ, ബൈ ഓൾ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു പ്രവീണ മാം, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you all. Ma'am, thank you, ma'am. Thank you all. Thank you, ma'am. Thank you, ma'am.